ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവന്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സുചിത്രയുടെ ജോലി സ്ഥിരപ്പെടുത്തണോ വേണ്ടിയോ എന്ന് അറിയണമല്ലോ. അതിനു വേണ്ടി നമ്മുടെ സുചിത്രയുടെ ആ ഒരു MD എല്ലാ CEO മാരെയും വിളിച്ചിട്ട് പരിപാടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ ആകാശിനെയും വിളിക്കുന്നുണ്ട്. ആകാശിനോട് ചോദിക്കുന്നുണ്ട്, സർ ഇന്നത്തെ ഇവന്റ് എങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട്, വളരെ മോശമായിരുന്നു. ഇത്ര പൊട്ട ഇവന്റ് ഞാൻ എന്റെ ജീവിതത്തിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അല്ല, ആ ഇവന്റ് കണ്ടന്റ് ചെയ്തത് നമ്മുടെ സുചിത്ര എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അല്ലേ? ആ കുട്ടിയുടെ ഫസ്റ്റ് വർക്കായിരുന്നു തോന്നണല്ലേ? ജോലി കൺഫേം വേണോ വേണ്ടയോ എന്ന് ഉള്ള ഇതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. അതെ അതെ എന്ന് പറയാണ്. ഓക്കെ, എങ്കിൽ ഞാൻ പറയാം, ആ കുട്ടിയെ നിങ്ങളുടെ കമ്പനിയിലേക്ക് എടുക്കരുത് കേട്ടോ. ഒരു മാനേഴ്സ് ഇല്ല. വരുന്നവർക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും എന്തൊക്കെ ചെയ്യണമെന്നും ഒന്നും അറിയില്ല. അവിടെ വന്ന പല ആൾക്കാർക്കും വെൽക്കം ഡ്രിങ്ക് പോലും ആ കുട്ടി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിൽ എങ്ങാനും ആ കുട്ടീനെ എങ്ങാനും ജോലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിക്ക് അത് വളരെ മോശപ്പേരാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കുട്ടീനെ അവിടെ എടുക്കാതിരിക്കണേ നല്ലത് എന്നൊക്കെ ആകാശ് പറയാണ്. ഓക്കെ സർ, സാറിന്റെ വിലയേറിയ അഭിപ്രായത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കട്ട് ചെയ്യാണ്. ആകാശ് മനസ്സിൽ വിചാരിക്കാണ്, ഹാവു ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടന്നു. എടി സുചിത്രേ, നീ അങ്ങനെ പെട്ടെന്നൊന്നും ആ ജോലിക്ക് കയറടി. നിന്നെ ഞാൻ നോട്ടം ഇട്ട് കഴിഞ്ഞു. ഈ ആകാശ് മേനെ നോട്ടം ഇട്ട് കഴിഞ്ഞു. നീ ഒരു സുന്ദരിയാണ് എന്നൊക്കെ ആകാശ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കട്ടോ. അങ്ങനെ ആകാശ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ആ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ആദി ഉണ്ട് കേട്ടോ. ആദി അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്കിളെ എന്ന് പറഞ്ഞ് വരുവാണ്. ആഹാ ആദി, നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അങ്കിളെ, ഉറങ്ങിയില്ല, ഉറക്കം വന്നില്ല. അതെന്താ മോനെ ഉറക്കം വരാത്തത്? എങ്ങനെ ഉറക്കം വരും അങ്കിളെ? ഇന്ന് എന്തായിരുന്നു ആ മഹേഷിന്റെ അയാളെ രണ്ടാം ഭാര്യയുടെ പ്രകടനം? അവിടെ ഒരു പബ്ലിക് പ്ലേസ് ആണെന്ന് പോലും നോക്കാതെ എന്തൊരു റൊമാൻസ് ആയിരുന്നു. ഇഡിയറ്റ്സ് എന്ന് പറയാണ്. ആ മോനെ, ഇത് മാത്രമല്ല, ഞാനും രജനിയും എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ? ഒരു ദിവസം മഴ പെയ്യുന്ന സമയത്ത് അവരവരുടെ ഫ്ലാറ്റിന് മുമ്പില് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. പിന്നെ എനിക്കൊന്നും നിന്നോട് പറയാൻ പോലും പറ്റില്ല. കുട്ടികൾക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ്. അവരങ്ങനെയാണ്, പരിസരബോധം ഇല്ലാതെയാ. പിന്നെ മഹേഷിന്റെ സ്വഭാവം അറിയാലോ. ഏത് പെണ്ണുങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവനൊരു ആക്രാന്തമാണ്, അത്രേ ഉള്ളൂ. ഇഷിതാന്നല്ല എന്ന് പറയാണ്. എനിക്ക് മനസ്സിലായി അയാളുടെ സ്വഭാവം. മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അങ്കിളെ? അങ്കിളിന് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ. അതെ, മഹേഷിനോടൊരു പണി കൊടുക്കണമല്ലോ മോനെ. അതെ, കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കണ പരിപാടി മോൻ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കാണാൻ പറ്റില്ല അങ്കിളെ. എങ്കിലേ നിനക്കത് ഉടനെ കാണാം. മഹേഷ് എന്ന് പറഞ്ഞ ആളെ നീ ഇന്നിപ്പോ വിളിക്കണം. ഇപ്പോഴോ? അതെന്താ ഞാൻ ഇപ്പൊ വിളിക്കണത്? വിളിക്കണം. വിളിച്ചിട്ട് ഞാൻ പറയണ പോലെ നീ സംസാരിക്കണം. ഞാൻ സംസാരിക്കണമെന്ന് എന്തൊക്കെയാ അങ്കിളെ പറയണത്? ഞാൻ പറയണത് നീ കേക്ക്. നീ മഹേഷിനെ വെച്ചിട്ട് പറയണം, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാം, ഞാൻ നിങ്ങളെ പഴയ പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അവിടെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള ഇഷിത, ഡോക്ടർ ഇഷിതനെ അയാൾ ഇപ്പൊ ഉപേക്ഷിക്കണം. അപ്പൊ നീ ഹലോ, അത് നല്ല ഐഡിയ ആണെങ്കിലേ ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഫോൺ എടുക്കാണ്. ശേഷം ആദ്യം മഹേഷ് ആദ്യത്തെ മഹേഷ് ഇങ്ങോട്ട് നോക്കാണ്. ഇഷിത ഇല്ലെന്ന് ഉറപ്പ് വരുത്തണമല്ലോ, ചിപ്പിയും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതെ മഹേഷ് പതുക്കെ ഫോൺ എടുക്കാണ്. ഹലോ, ഹലോ മോനെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും തന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചതൊന്നുമല്ല. എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. താൻ എന്നോട് ഇടയ്ക്കൊക്കെ കാണുമ്പോഴൊക്കെ പറയാറുണ്ടല്ലോ താൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്താ മോനെ സംശയം? ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നീയും ചിപ്പിയും എന്റെ മക്കളല്ലേ. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ചിപ്പിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവും, എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ചിപ്പിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ രണ്ടാം ഭാര്യനെ കല്യാണം കഴിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ചിപ്പിനെ കിട്ടിയില്ലേ, ഇനി എന്താ നിങ്ങൾക്ക് രണ്ടാമത്തെ ഭാര്യ എന്ന് പറയാണ്. അല്ല, അവളെ കോടതിയിൽ നിന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണല്ലോ നിങ്ങൾ രണ്ടാം ഭാര്യനെ വിവാഹം കഴിച്ചത്. കോടതിയിൽ നിന്ന് ചിപ്പിനെ കിട്ടി, ഇനി രണ്ടാം ഭാര്യയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ അവരെ ഉപേക്ഷിച്ചൂടെ? മോനെ, അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലേ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നിങ്ങൾ എപ്പ നിങ്ങളുടെ രണ്ടാം ഭാര്യനെ ഉപേക്ഷിക്കുന്നോ അന്ന് മാത്രമേ ഞാൻ നിങ്ങളെ അച്ഛ എന്ന് വിളിക്കുള്ളൂ. നിങ്ങളുടെ കൂടെ വരുള്ളൂ, നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കുള്ളൂ. മോനെ, അത് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇഷിതനെ നിയമപരമായിട്ടാ മോനെ വിവാഹം കഴിച്ചത്. ആയിരിക്കാം, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാനാണോ അതോ നിങ്ങളുടെ രണ്ടാം ഭാര്യയുടെ വലുതെന്ന് എനിക്ക് അറിയണമല്ലോ. നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം ഫോൺ കട്ട് ചെയ്യാട്ടോ. മഹേഷ് ആണെങ്കിൽ ആകെ വിഷമമാണ്. എന്താ ഞാൻ ഇവനോട് പറയാ എന്ന രീതിയിൽ മഹേഷ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മഹേഷ്, ഫോൺ വിളിച്ചിട്ട് ഒരു പരങ്ങല് പോലെ? എന്താ, വേറെ എന്തെങ്കിലും രഹസ്യമാണോ? രഹസ്യമോ? എന്ത് രഹസ്യം എന്ന് മഹേഷ് പറയുമ്പോ, അല്ല, നിങ്ങൾ പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെക്കാറുണ്ടല്ലോ. ചില സമയത്ത് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും നിങ്ങൾ അറിയാണ്ട് ആ രഹസ്യങ്ങൾ പുറത്തേക്ക് വരും. സാരില്ല, നിങ്ങൾ എന്തിനു രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിലേ അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തേക്ക് വരും. എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാണ്. ശേഷം മഹേഷ് ഇഷിത അവിടെ നിന്ന് പോകുവാട്ടോ. പിന്നീട് കാണിക്കുന്ന സുചിത്രേനെയാണ്. സുചിത്ര വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും റൂമിൽ കയറുമ്പോ ഞെട്ടിപ്പോട്ടോ. ദേ അവിടെ ഇരിക്കുന്ന അനുഗ്രഹ. അനുഗ്രഹ, നീ എന്താ ഇവിടെ ചോദിക്കുമ്പോ, ഞാനും മുതൽ ഇവിടെയാണ്. ഇവിടെയാണെന്നോ? തമാശ പറയലേ.
ഞാൻ കാര്യത്തിലാണെന്ന് പറഞ്ഞത്. ഞാൻ വിനോദിനോട് പറഞ്ഞു എനിക്ക് 100-ൽ നിൽക്കാൻ താല്പര്യമുണ്ടെന്ന്. അവനപ്പം തന്നെ മഹേശ്വരനോട് പറഞ്ഞു. മഹേശ്വരൻ നമ്മുടെ മാഷിനോടും അതുപോലെ തന്നെ പ്രിയാമണി അമ്മയടുത്ത് സംസാരിച്ചു. അവരും ഓക്കെയാണ്. ഇനി മുതൽ ഈ റൂമിൽ നിന്റെ കൂടെ ഞാനും ഉണ്ടാവും. എന്തൊരു കഷ്ടം ഇത് എന്ന് സുചിത്ര മനസ്സിൽ വിചാരിക്കുകയാണ്. ശേഷം സുചിത്ര ഇഷിതനെ വിളിക്കുന്നുണ്ട്. ചേച്ചി എന്താ, ചേച്ചിയും കൂടി അറിഞ്ഞിട്ടാണോ ഈ കാര്യം നടന്നത്? എന്ത് കാര്യം സുചിത്ര, നീ ഒന്നും പറയാണ്ട് ഞാൻ എങ്ങനെ അറിയാനാ? അല്ല, ആ അനുഗ്രഹനെ ഇവിടെ കൊണ്ട് നിർത്തിയതോ? ഓ അതാണോ? അവിടെ ഒരു പാവം കുട്ടിയല്ലേ, അവൾക്ക് ആ ഹോസ്റ്റലിൽ നിന്നിട്ട് മതിയായി. ഒരുപാട് നാള് ബാംഗ്ലൂരും ബോംബെയിലൊക്കെ ഒറ്റക്ക് നിന്നതല്ലേ. അവൾക്ക് ഫാമിലി അന്തരീക്ഷം ഇഷ്ടം, അതുകൊണ്ട് അവിടെ നിന്നത്. കുറച്ചു നാളല്ലേ മോളെ, അവളവിടെ നിന്നോട്ടെ, അവളുടെ പ്രൊജക്ട് തീരണവരെയല്ലേ. ഇല്ല, എനിക്കത് ഇഷ്ടമല്ല. ചേച്ചി വിചാരിക്കണ പോലെ അവളത്ര പാവമൊന്നല്ല. നിന്റെ തോന്നല, അവളൊരു പാവം പെൺകുട്ടി തന്നെയാന്ന് പറയാണ്. ചേച്ചി ചേച്ചി ഇപ്പൊ അവളുടെ ഭാഗത്തായും തോന്നണല്ലോ. മോളെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അറിയാലോ മോൾക്ക്, മഹേഷിന്റെ MD-യുടെ മോളാ അത്. അതുകൊണ്ട് അവള് പിണക്കൊന്നും വേണ്ട. അത് മാത്രല്ല, അത് നല്ലൊരു കുട്ടിയാണ്, നിനക്കൊരു കൂട്ടാവുമല്ലോ. പിന്നെ അമ്മക്കും അച്ഛനും ഭയങ്കര ഇഷ്ടവും ചെയ്തു അവളെ. അതവളുടെ കയ്യിലിരിപ്പ, അവളുടെ കൈമണി അതൊക്കെ. എന്തെങ്കിലും ആവട്ടെ, നീ എന്തായാലും അവള് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ഫോൺ കട്ടയാട്ടോ. സുചിത്രക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം ആകാശിനോട് നമ്മുടെ എന്താണ് രചന പറയുന്നുണ്ട്. ആകാശ്, എനിക്കെന്തോ വലത്തെ പേടി പോലെ തോന്നുന്നു. പേടിയോ? എന്തിനാ? അല്ല, ഇനി ആദ്യം എങ്ങനെ കിട്ടാൻ വേണ്ടി ആ മഹേഷ് അവളെ എങ്ങനെ ഉപേക്ഷിക്കോ ഇഷിതേന? അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആദിക്ക് അയാളുടെ കൂടെ പോയി നിൽക്കേണ്ടി വരില്ലേ? അത് മാത്രമല്ല, ആദിക്ക് ഇപ്പൊ 10 വയസ്സായി. പെട്ടെന്ന് തന്നെ അവന് 15 വയസ്സാവും, 20 വയസ്സാവും. അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ പ്രായമായി കഴിഞ്ഞാൽ ഒരിക്കലും അവൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. എന്നെയും പിന്നെ ആകാശിനൊക്കെ അവൻ ശത്രുവിനെ പോലെയൊക്കെ കാണുന്നുണ്ടാവാ. ഒരു പ്രായമായി കഴിഞ്ഞാൽ അവന്റെ അച്ഛന്റെ മനസ്സ് മനസ്സിലാവും. തീർച്ചയായിട്ടും മഹേഷിന്റെ കൂടെ പോകും. എനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ പെങ്ങളാണല്ലോ ചിപ്പി. അതുകൊണ്ട് തന്നെ പെങ്ങളായ ചിപ്പിനെയും അവൻ സ്നേഹിക്കും. അവർ രണ്ടുപേരും കൂടിയിട്ടായിരിക്കും ഇനി നമ്മൾ രണ്ടുപേരും പൊരിക്കാൻ പോണത്. അതൊക്കെ പിന്നിട്ടുള്ള കാര്യമില്ല. താനെന്തിനാ ഇപ്പൊ തന്നെ ടെൻഷൻ ആവണത്? ടെൻഷൻ ആയേ പറ്റൂ. ആകാശിനറിയാലോ, ഞാൻ ആകാശോട് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 വർഷമായി. 5 വർഷം പെട്ടെന്ന് പോയില്ലേ? അതുപോലെ തന്നെ ഇനി ഒരു 5 വർഷം കൂടി പോവാണെങ്കിൽ നമ്മുടെ ആദ്യം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമോ? 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയാലോ, കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിക്കാനുള്ള പ്രായമൊക്കെ ആയി. എനിക്ക് നല്ല പേടിയുണ്ട് അവൻ ഞങ്ങളുടെ കൈവിട്ട് പോകുമെന്ന്. അങ്ങനെ ഇപ്പൊ ചിപ്പി എന്നെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. എപ്പോഴും മഹേഷിനും ഇഷിതയ്ക്ക് വേണ്ടി മാത്രമാണ് അവള് വായ തുറക്കുന്നത്. നാളൊരു സമയത്ത് ആദ്യം അതുപോലെ തന്നെയാവുമെന്ന് എനിക്ക് തോന്നുക. ആദ്യം നമ്മൾ രണ്ടുപേരുടെ വായടപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും. ഇപ്പൊ ചിപ്പി സംസാരിക്കുന്ന പോലെ തന്നെ അവനും നാളെ സംസാരിക്കും. ഇതൊക്കെ തന്നെ തോന്നലാടോ. ആദ്യം ഒരിക്കലും അങ്ങനെ ആവില്ല. ആകും, എനിക്കറിയാലോ. എന്തൊക്കെ പറയാനും മഹേഷിന്റെ ചോരയാണല്ലോ അവൻ. അവൻ നാളെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് രചനക്ക് ആകെ ടെൻഷൻ ആവാട്ടോ. അതിനുശേഷമാണെങ്കിൽ ഇഷിത എല്ലാവർക്കും മഹേഷ് കൊടുത്ത ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ പിണക്കം മാറ്റാൻ വേണ്ടി എനിക്ക് തന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ബ്രഷ് കാണിച്ചു കൊടുക്കുകയാണ്. മഹേഷ് ആണെങ്കിൽ ആകെ നാണം വരുവാട്ടോ. ഇഷിത ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പ്രൊമോയിൽ കാണിച്ചുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.